ഹൈ ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് BSF HCM ASI എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു. 2025 നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം ഒക്കെ ഏകദേശം എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി നമ്മൾ റീസണിങ്ങിൻ്റെ സിലബസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മാത്സിൻ്റെ സിലബസ് ആണ്. എങ്ങനെയാണ് മാത്സിൻ്റെ സിലബസിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് വരുന്നത്, എങ്ങനെയാണ് മാത്സിൽ 20 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് HCM ASI എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഫീസ് വരുന്നത് 4000 രൂപയാണ്. നമുക്ക് ഇതിൻ്റെ കോഴ്സ് ഫീസ് വരുന്നത് ഇതൊരു ലൈവ് ക്ലാസ്സുകളായിട്ടാണ്, അതായത് ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ് നമുക്ക് നടക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. ഇനി ആ ലൈവ് ക്ലാസ്സസ് മിസ്സാകുന്ന ആൾക്കാർക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാകും. വീക്കിലി 6 ക്ലാസ്സുകളാണുള്ളത്. അതേപോലെ തന്നെ ഡെയിലി പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ്, അതായത് പഠിക്കുന്ന ഓരോ സബ്ജക്റ്റുകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. BSF HCM ASI എക്സാം നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തുകൂടാത്തത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും നമുക്ക് ആ എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ എക്സാം പാറ്റേണുകളെ കുറിച്ച് നമുക്കറിയണം. അതേപോലെ തന്നെ എക്സാമിൻ്റെ സിലബസുകളെ കുറിച്ച് നമുക്ക് അറിയണം. അപ്പോൾ എക്സാം പാറ്റേൺ എന്താണെന്ന് മുൻ വീഡിയോകളിലെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് എക്സാം പാറ്റേൺ, എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്, ഓരോ സെക്ഷനിൽ എത്രയൊക്കെ പോർഷൻസ് വരും, അതിനകത്ത് എത്രയൊക്കെ മാർക്കിനാണ് ഓരോ സെക്ഷനകത്തിൽ നിന്നും വരുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക. ഏത് രീതിയിലായിരിക്കും എക്സാം വരുന്നത്, ഏത് തരത്തിലുള്ള ടോപ്പിക്കുകളിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യനുകൾ വരുന്നത്, എത്ര മാർക്കാണ് ഓരോ ടോപ്പിക്കിനും വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അവിടെ എക്സാം പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് നമ്മളുടെ സിലബസ് അറിഞ്ഞു പഠിക്കുക. നോ യുവർ സിലബസ്. നമ്മുടെ സിലബസ് അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള രണ്ടാമത്തെ കാര്യം. ഓൾറെഡി നമ്മൾ എക്സാം പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് സിലബസ് എന്താണ്? അപ്പം നമുക്ക് പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സിലബസുകൾ വെച്ചല്ല പഠിക്കുന്നത്. എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പഠിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോ എക്സാമിനും ചോദിക്കുന്ന സിലബസുകളുണ്ട്. ആ സിലബസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഏതൊരു എക്സാം ആണ് എങ്കിലും നമുക്ക് പാസ്സായി പോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്ത് പാസ്സായി പോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് നമ്മളുടെ ഈ എക്സാമിന് ചോദിക്കുന്ന മാത്സിൻ്റെ സിലബസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മകളേതാണ്ട് ഈ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്പർ സിസ്റ്റം, ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻ, ഫണ്ടമെന്റൽ അരിത്മാറ്റിക്കൽ ഓപ്പറേഷൻ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ്, റിലേഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ്, ഡിസ്കൗണ്ട്, ടൈം ആൻഡ് വർക്ക്, മിക്സ്ഡ് ആൻഡ് ഡെലിഗേഷൻ, സ്ക്വയർ റൂട്ട്, സിംപ്ലിഫിക്കേഷൻ, 2D 3D മെൻസുറേഷൻസ്, അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പാർട്ട്ണർഷിപ്പ് ഇൻ ബിസിനസ്, അതേപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ബേസിക് ആയിട്ടുള്ള ആൾജിബ്ര, സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ്, ആൾജിബ്രിക് ഐഡന്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ഗ്രാഫ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ട്രയാങ്കിൾസ് ആൻഡ് സെന്റേഴ്സ്, ട്രിഗണോമെട്രിക് റേഷ്യോസ്, കോംപ്ലിമെന്ററി ആംഗിൾസ്, സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരും. പലതരത്തിലുള്ള ചാർട്ടുകൾ, ഹിസ്റ്റോഗ്രാംസ്, ഫ്രീക്വൻസി ബാർ, അതേപോലെ തന്നെ പോളിഗൺസ്, ബാർ ഡയഗ്രാം, പൈ ചാർട്ട്, അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ജോമെട്രി ആൻഡ് ഓൾസോ 2D 3D മെൻസുറേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ സിലബസിനകത്തിൽ വരുന്നത്. അപ്പം ഈ 2 സ്ലൈഡുകളിലായിട്ട് കാണുന്ന ഇതാണ് നമ്മളുടെ ടോട്ടൽ സിലബസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സിലബസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം തന്നെ 10ാം ക്ലാസ് ലെവലിലുള്ള, അതായത് 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പഠിച്ചു തീർന്നിട്ടുള്ള സിലബസുകളാണ് നമുക്ക് ഇതിനകത്തിൽ നിന്നും വരുന്നത്. അല്ലെങ്കിൽ 10ാം ക്ലാസ് ലെവലിൽ മാത്രമുള്ള ടോപ്പിക്കുകളാണ് മാത്സിനകത്തിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് നമുക്ക് വരുന്നത്. അപ്പം ഈ സിലബസ് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഇതിനകത്ത് എത്രയൊക്കെ മാർക്സുകളാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് വെയിറ്റേജ് കൂടുതൽ, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് വെയിറ്റേജ് കുറവ്, അപ്പോൾ ഇതെല്ലാം നോക്കി വെച്ചുകൊണ്ട് ഇത്രയും പോർഷൻസ് മാത്രം നമുക്ക് പഠിച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അത് HCM ASI മാത്രമാകേണ്ട കാര്യമില്ല, SSC എക്സാമുകൾക്കും അതേപോലെ തന്നെ റെയിൽവേ എക്സാമുകൾക്കും എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നോ യുവർ സിലബസ് ആൻഡ് നോ യുവർ എക്സാം പാറ്റേൺ. അപ്പോൾ സിലബസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, എക്സാം പാറ്റേണുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടുത്തെ സിലബസ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ. എന്താണ് ആ സ്മാർട്ട് സ്റ്റഡി പ്ലാനിൽ പറയുന്നത്?
allocate daily time for each subjects, giving more time to weaker areas and practicing mock test regularly. ആദ്യത്തെ കാര്യത്തിനെക്കുറിച്ച് നമുക്ക് വരാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അതായത് എല്ലാം വലിച്ചു വാരിയിട്ട് പഠിച്ചിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. നമുക്ക് സിലബസ് ഇപ്പോൾ നമുക്കറിയാം, ഏതൊക്കെ ടോപ്പിക്കുകൾ വരുമെന്നുള്ള കാര്യം നമുക്കറിയാം. ആ ടോപ്പിക്കുകളുടെ വെയിറ്റേജ് ഏതൊക്കെയാണ്. ചിലപ്പോൾ ജോമെട്രിക്ക് വെയിറ്റേജ് കൂടുതലായിരിക്കും, ഓൾജിബ്രയ്ക്ക് ചിലപ്പോൾ വെയിറ്റേജ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ്റെയും വെയിറ്റേജ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഓരോന്നിൻ്റെയും വെയിറ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഓരോ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ചില ടോപ്പിക്കുകൾ ചിലർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം ഒക്കെ ചിലപ്പോൾ ഈസി ആയിട്ടായിരിക്കും. എന്നാൽ ട്രിഗണോമെട്രി ഒക്കെ കുറച്ച് പാടായിരിക്കും, അല്ലെങ്കിൽ ജോമെട്രി ഒക്കെ കുറച്ച് പാടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പോർഷൻസ് ഏതാണോ അതിന് വളരെ കുറച്ച് സമയം കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പോർഷൻസ് കൂടുതൽ സമയം കൊടുത്ത്, അതായത് അതിന് വെയിറ്റേജ് ഉള്ള പോർഷൻസ് ആണ് എങ്കിൽ അതിന് കൂടുതൽ സമയം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിനകത്ത് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ, അതായത് ദിവസം ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും, ആ പഠിക്കുന്നതിനകത്ത് ഓരോ സബ്ജക്റ്റിനും എത്രമാത്രം സമയം കൊടുക്കണം, ഏത് സബ്ജക്റ്റാണ് എനിക്ക് വീക്ക്, ഞാൻ മാത്സ് ആണ് വീക്കെങ്കിൽ മാത്സിന് എനിക്ക് കൂടുതൽ സമയം കൊടുക്കണം, റീസണിംഗ് ആണ് എളുപ്പമെങ്കിൽ അല്ലെങ്കിൽ റീസണിംഗ് എനിക്ക് എല്ലാം അറിയാമെങ്കിൽ അതിന് കുറച്ച് സമയം മാത്രം കൊടുത്തിരുന്നാൽ മതി. ഇങ്ങനെ നമ്മളുടെ സമയത്തിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വ്യക്തമായിട്ട് സ്മാർട്ട് സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാക്കുക. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് നമ്മളുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എന്ത് നമ്മൾ ഫോക്കസ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നോക്കുക. അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ ടിപ്പ്. എന്താണ്? മേക്ക് സ്റ്റാർട്ട് സ്റ്റഡി പ്ലാൻ. ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള രണ്ടാമത്തെ കാര്യം. ഇനി അടുത്ത മൂന്നാമത്തെ ഇതിനകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, മാസ്റ്റർ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്. അതായത് തുടക്കക്കാർക്ക് പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും മികച്ച പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകളിലും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എക്സാമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യനുകളിൽ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇങ്ങനെയുള്ള പല ബെനിഫിറ്റ്സും ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഈ എക്സാമിനേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും SSC GD ഒക്കെ പോലെ നടത്തുന്ന ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തുന്ന എക്സാം അല്ല, വല്ലപ്പോഴും ഒക്കെ മാത്രം നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ HCM ASIയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ സെൻട്രൽ പോലീസ് ഫോഴ്സുകളിലേക്ക് നടന്നിട്ടുള്ള മറ്റ് എക്സാമുകൾക്ക്, സമാന സ്വഭാവമുള്ള മറ്റ് എക്സാമുകൾക്ക് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതും കൂടെ നിങ്ങൾ ചെയ്തു പഠിക്കുക. സോ അടുത്ത എൻ്റെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രാക്ടീസ് ടൈംഡ് മോക്ക് ടെസ്റ്റുകൾ. കാരണം നമുക്ക് കിട്ടുന്ന സമയം, അതായത് എക്സാമിന് കിട്ടുന്ന സമയം മാക്സിമം 1 മണിക്കൂറൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന് കിട്ടുന്ന സമയം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമിന് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് ആ ഒരു ടൈം കീപ്പ് ചെയ്യണം. അതായത് ഈ 1 മണിക്കൂർ സമയമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഈ 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ എഴുതി തീരാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് 100ൽ 100 അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് നമുക്ക് ആ റാങ്ക് ലിസ്റ്റിനും മറ്റുമൊക്കെ ഇടം നേടാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് സമയത്തിനനുസരിച്ച് എഴുതി തീരാൻ വേണ്ടിയിട്ട് പഠിക്കണം. എങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും? അതിന് വേണ്ടിയിട്ടാണ് ടൈംഡ് മോക്ക് ടെസ്റ്റുകൾ. അതായത് നമ്മളുടെ യഥാർത്ഥ എക്സാം നടത്തുന്ന രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ധാരാളം കിട്ടും. പലതരത്തിലുള്ള ആപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പുകളിലൂടെയും എല്ലാം തന്നെ നമുക്ക് ടൈമിന് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ഒരിക്കലും ആദ്യം ചെയ്യരുത്. ആദ്യം നിങ്ങൾ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ ആദ്യം ചെയ്തു തുടങ്ങണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മാത്സിനകത്തിൽ ട്രിഗണോമെട്രി ആണ് പഠിക്കുന്നതെങ്കിൽ ട്രിഗണോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഓരോ സബ്ജക്റ്റുകളുടെയും ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. അതായത് ഓരോ സബ്ജക്റ്റുകളിലെയും എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റുകളിലേക്ക് പോകാം. അതിനും നിങ്ങൾ മാസ്റ്ററായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. ഈ മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു ഓർഡറിൽ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തത്, നിങ്ങൾക്ക് എക്സാമിനോടുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടൈംലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചുമ്മാ കുറേ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ റിവൈസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. എന്ത് ചെയ്യണം? നമ്മൾ ഈ റിവൈസ് ചെയ്യുന്ന ഓരോ കാര്യം അല്ലെങ്കിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടൊരു ഇൻ്റർവൽ വെച്ചുകൊണ്ട് അത് നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും
അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ടോപ്പിക്കുകളും നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത ടിപ്പാണ് റിവൈസ് റെഗുലർലി. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളും അതേപോലെ തന്നെ ട്രിക്കുകളും, എങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ജയ് ഹിന്ദ്.